Best Director Award goes to IFA Ulsavam Award for Direction Malayalam goes to. ഇതെന്താ തൊപ്പിയൊക്കെ വെച്ചിട്ട്? അറിഞ്ഞില്ലേ പെള്ളി, ഞാൻ ഒരു സിനിമ ഡയറക്ടർ ചെയ്യാൻ തീരുമാനിച്ചു. ഇതൊക്കെ സംവിധായകർ വെക്കുന്ന തൊപ്പിയാണല്ലേ? അതെ. എനിക്ക് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് സുരാജ് ചേട്ടന്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ടിംഗ് ഒക്കെ ആണോ? വലിയ ഫാനാണ്. ആരാ ഹീറോയിൻ? ആരാ ഹീറോയിൻ? ഇങ്ങനെ പാട് ഇവിടെയോ? അതൊരു കൊതുകുത്തിയാന്നേ. പിന്നെ കൊതുകൊക്കെ ഇപ്പൊ ഹീൽസ് ഇട്ടല്ലേ നടക്കുന്നത്. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കൊരു നായികയെ വേണം. അതും നല്ല സൗന്ദര്യവതിയായിട്ടുള്ള, എന്താ, നല്ല തൊണ്ടിപ്പഴം പോലുള്ള മൂക്ക്, നല്ല പടവലങ്ങ പോലുള്ള കൈ, നല്ല മുടി, നല്ല കണ്ണ്, നല്ല മൂക്ക്, എല്ലാം നല്ല ഭംഗിയായിരിക്കണം. അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആരാ? എല്ലാ ഉത്തരങ്ങ പെണ്ണ് ഇവിടെ ഉണ്ട്. എവിടെയാ? കണ്ടില്ലല്ലോ. ഇവിടെ തന്നെ. എവിടെ? അവിടെയല്ല, ഈ സ്റ്റേജിലുണ്ടല്ലോ. ഒരു ചിരി വെച്ച് തന്നുണ്ടല്ലോ. ശരിക്കും ഇതായിരുന്നു ഏറ്റവും വലിയ കോമഡി. ഓക്കെ, എനിക്ക് ഹീറോയിന്റെ കാര്യം വിട. ഹീറോ ആരാണ്? ഹീറോ എന്ന് പറയുന്നത് നമുക്ക് പഴയ ആൾക്കാർ വേണോ പുതിയ ആൾക്കാർ വേണോ എന്നുള്ളൊരു ചർച്ചയിലാണ്. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും അല്ലേ? ഓക്കെ, അത് നല്ലൊരു ചർച്ചയാണ്. പഴയ നടന്മാരെയാണോ അതോ പുതിയ നടന്മാരെയാണോ ചേട്ടന് ഇഷ്ടം? എന്തോന്ന് ക്ലീശ ചോദ്യമാണ് പേളി ഈ ചോദിക്കുന്നത്. പഴയതാണോ പുതിയതാണോ ഇഷ്ടമെന്ന്. കഷ്ടം. വേറെ ഒരു ചോദ്യമില്ലേ ചോദിക്കാൻ? എനിക്ക് പിന്നെ ഞാൻ വേറൊരു നല്ലൊരു ചോദ്യം ചോദിച്ചോളൂ. ഇന്ത്യയും ഇറാനും തമ്മിൽ ആണവ കരാർ ഒപ്പിട്ട വർഷം ഏതായിരുന്നു? അല്ല, അത് ആദ്യം പറഞ്ഞതാ നല്ലത്. ആണല്ലേ? അപ്പൊ അതിന്റെ ആൻസർ പറ. അത് ആൻസർ വളരെ ഈസിയാണ്. ഇപ്പോൾ പഴയ നടന്മാർ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചാലും പുതിയ നടന്മാർ പഴയ ചിത്രത്തിൽ അഭിനയിച്ചാലും വ്യത്യസ്തമാണ്. കണ്ടിരിക്കാനും നല്ല സുഖമുണ്ട്. രണ്ടുപേരും കഴിവുറ്റ പ്രതിഭകൾ തന്നെയാണ്. ഞാനൊരു കാര്യം വേണ്ടേ, ഈ ഇടയ്ക്ക് ഞാൻ പ്രേമം എന്ന സിനിമ കണ്ടു. അതില് പ്രേമത്തിലെ ഹീറോ ആയിട്ട് പഴയ ഒരു നടനായിരുന്നെങ്കിൽ ആരായിരുന്നു കറക്റ്റ്? പ്രേമത്തിലിപ്പോ പഴയ ഒരു താരം നായകനായിട്ട് വരണമെങ്കിൽ അത് ആരായിരിക്കും അല്ലേ? പഴയ ഒരു താരമാണ് ഇപ്പൊ പ്രേമത്തിലെ നായകനായിട്ട്. ഞാൻ ഗസ് ചെയ്യാം. വേറെ ആരുമല്ല, നമ്മുടെ സത്യം മാഷ്. അവളെ വേണ്ട, ഇവളെ ഒട്ടും വേണ്ട, ഈ കാണുന്നവൾമാരൊന്നും വേണ്ട, ഇവിടെ ആകെ സീൻ മൊത്തം കൊണ്ട എൻ്റെ മലരേ. എനിക്ക് ഒരാളുടെ കൂടെ മൊയ്തീന്റെ ആ ഒരു സിനിമയിൽ ആ ഒരു മൊയ്തീന്റെ റോൾ. തീർച്ചയായിട്ടും മൊയ്തീന്റെ റോള് അത് പൃഥ്വിരാജിന് പകരം ചെയ്യാൻ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഒരേ ഒരു താരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആരാണെന്ന് പേര് പറയണ്ട. റെഡി? ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലെത്തും. ഇരപിഴുങ്ങി പുഴ, ഇരപിഴുങ്ങി പുഴ, ആ പുഴ അല്ല, ആ പുഴ അറബിക്കുള്ളതാണെങ്കിൽ പൃഥ്വിരാജ് അറബിക്കടലിനുള്ളതാണ്. എല്ലാം കൈവിട്ടു പോയി പൃഥ്വിരാജേ, ബാക്കി നീ ഏറ്റെടുത്തോ. ചേട്ടൻ അടിപൊളിയാണ്. ചേട്ടൻ ഡയറക്ടർ ആവും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി. ഞാൻ എപ്പോഴാണ് ഡേറ്റ് ബുക്ക് ചെയ്യേണ്ടത്? എന്റെ ഡേറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്യണല്ലോ. തീർച്ചയായിട്ടും നായിക തന്നെ ആക്കാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. ഡേറ്റ് ഒക്കെ വരാം. എനിക്ക് എന്തായാലും പണിയൊന്നുമില്ല. അല്ല, ഇപ്പോഴൊന്നും പ്രശ്നമല്ല. ഒരു 20 വർഷം കാത്തിരിക്കേണ്ടി വരും. അല്ല, എനിക്ക് ഈ ഡയറക്ഷൻ ഒന്ന് പഠിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നന്നായിട്ട് ഡയറക്ഷൻ പഠിച്ച് നന്നായിട്ട് ഡയറക്ട് ചെയ്യാൻ അറിയുന്ന കുറച്ച് നോമിനേഷൻസിലുള്ള പേരുകൾ ഞാൻ വായിച്ചോട്ടെ? എന്നാ പെട്ടെന്ന് വായിച്ചാട്ടെ. The nominees for Fortune Sunflower Oil IFA Awards for Direction. Fortune Sunflower Oil IFA ഉത്സവം മികച്ച സംവിധായകൻ.
അവാർഡ് നൽകുവാനായിട്ട് I invite Ravichandran, Kavya Madhavan and Kadireshan onto the stage. Best Director Award goes to പോരട്ടെ. എൻ്റെ സ്വന്തം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലാലിച്ചേട്ടൻ, ലാൽ ജോസ് ഫിലിം നീന. ലാൽ സർ, ലാൽ സർ. രണ്ട് വാക്ക്. ഇത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം ഏറ്റവും മനോഹരമായ സിനിമകൾ ഉണ്ടായ ഒരു വർഷമാണ്. ഏറ്റവും വിജയിച്ച സിനിമകളും ഉണ്ടായ വർഷമാണ്. എൻ്റെ സിനിമ അത്ര വിജയിച്ച സിനിമയായിരുന്നില്ല, പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമയായിരുന്നു നീന. നീനയ്ക്ക് വേണ്ടി, നീനയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി ഞാനത് സ്വീകരിക്കുന്നു. താങ്ക്സ്. അടുത്ത കാറ്റഗറി ഈസ് പ്രൊഡക്ഷൻ ഡിസൈനിനുള്ള അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആൻ അഗസ്റ്റിൻ ആൻഡ് രവി കെ ചന്ദ്രൻ. നമസ്കാരം. The Fortune Sunflower Oil IFA Utsavam Award for Production Design goes to Ajayan Chalasheri for Maheshinte Prathigaram. വളരെയധികം നന്ദിയുണ്ട്. എനിക്കെൻ്റെ ആദ്യത്തെ അവാർഡാണിത്. രജപുത്ത രഞ്ജിത്തേട്ടൻ്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. താങ്ക് യു ഐഫ, എൻ്റെ ഡയറക്ടർ ദിലീഷ് ഏട്ട, ശ്യാം പുഷ്കർ ആൻഡ് ആഷിക് അബു, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വളരെയധികം സന്തോഷം. Fortune Sunflower Oil IFA Utsavam co-presented by Hero, Maestro Edge and powered by Renault. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡിലേക്ക് പോവാണ്. The category is Popular Director. Best Direction. The nominees are Dileesh Puttan, Maheshinte Prathigaram, Abrid Shan, Action Hero Biju, Martin Prakat, Charlie, Rajiv Ravi, Kamatti Padam, S. Priyadarshan, Opam, For present this award, we warmly welcome Isha Talwa, Sridevi Vijay Kumar and Gopi Sundar. ഗോപിച്ചേട്ടാ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്നും കൂടി ഒന്ന് പറഞ്ഞായിരുന്നു. അത് എന്താ ഞാൻ വന്ന കാര്യം ചെയ്തിട്ട് വിന്നറിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഹാപ്പി പറയൂ? ഏതൊരു മലയാളിയും ഹാപ്പി ആയിരിക്കും ഈ സമയത്ത്. കാര്യം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചാർലി എന്നുള്ള പടത്തിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് സേ ഐ ഹാവ് ടു ബ്യൂട്ടിഫുൾ ലേഡീസ്. അതുകൊണ്ട് ഓൺ ബോത്ത് മൈ സൈഡ് അതുകൊണ്ടായിരുന്നു. ഞാൻ അത്രക്കാരനല്ല. The Fortune Sunflower Oil IFA Utsavam Award for Direction Malayalam goes to Martin Prakat for Charlie. മാർട്ടിൻ പ്രക്കാട്ട്, ഹലോ. ഒരു പടം ചെയ്യുക, ലോകം മുഴുവൻ നടന്നിട്ട് അവാർഡ് മേടിക്കുക, ഇതാണ് പരിപാടി അല്ലേ? എന്താണ് ഐഫ അവാർഡ് കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ചാർലി എന്ന സിനിമ തിയേറ്ററിലെത്തി 1 വർഷവും 2 മാസം 3 മാസവും കഴിഞ്ഞിട്ടാണ്
ഇങ്ങനൊരു അവാർഡ് കിട്ടുന്നത്. വളരെ സന്തോഷം. ചാർലി എന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുന്നു. ചാർലി എന്ന സിനിമയെ സ്നേഹിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.